ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ജൊപ്പാസു എന്ന് പറയുന്ന കാർ ഡസ്റ്റ് ക്ലീനർ. അതായത് കാറിലെ പൊടിയടിക്കണ ഒരു ബ്രഷാണ്. മുമ്പത്തെ പോലത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ല, ഇത് ഒരു കോട്ടൺ സാധനമാണ്. കോട്ടൺ സാധനത്തിൽ വാക്സ് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ നോക്കി, എന്നാലും ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വണ്ടി ഒരാഴ്ച മുന്നേ ഒരു 4-5 ദിവസമാണ് കേട്ടോ കഴുകിയിട്ട് വെറുതെ 4 ദിവസം ഇട്ടിരുന്നാൽ തന്നെ ഇത്രയും പൊടി ഇതിനകത്താവും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരു പ്രാവശ്യം ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്താണ് അങ്ങോട്ട് കാണുന്നതാണ് പൊടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ്, ഇത് എത്രത്തോളം അടിപൊളി ക്ലീൻ ചെയ്യാൻ നോക്കാം. ഞാനൊരു ട്രയൽ നോക്കി വെച്ച് അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ പൊടി ക്ലീൻ ചെയ്യണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. കവറിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്രഷ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ ഡസ്റ്റർ എന്നുള്ള സാധനം. അപ്പോൾ നമുക്ക് ഇതിനകത്തിട്ട് ജസ്റ്റ് ഞാൻ ബാക്ക് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്താണ്, ചിലപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഇതാണ് നമ്മളെ ബാക്ക് ഗ്ലാസ്സിലെ പൊടി എന്ന് പറയുന്നത് ഇത്രയും പൊടിയാണ്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം വൈപ്പ് ചെയ്താൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം പൊടി പോകുന്നതാ. അപ്പോൾ പരിപാടി കൊള്ളാം ഈ സാധനം. അപ്പോൾ എന്തായാലും ഞാൻ കാറ് മൊത്തവും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ, സ്ക്രാച്ച് ആകൂല എന്നുള്ളതാണ് ഒരു ഇൻസ്ട്രക്ഷനിൽ കൊടുത്തേക്കുന്നത്. പോയിട്ട് ഇത് വെള്ളമുള്ള സർഫസിൽ ഇത് വെച്ച് തുടയ്ക്കാൻ പാടില്ല, വാഷ് ചെയ്യാൻ പാടില്ല. വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വാക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് ഇതേപോലത്തെ ഒരു പെർഫെക്ഷനിൽ ഇത് ക്ലീൻ ആവില്ല എന്നുള്ളതാണ്. അത് വളരെ അടിപൊളി. പൊടിയൊന്നും പറക്കാതെ മുമ്പുള്ള മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞാൽ മൊത്തം പൊടി പറക്കും, ഒരു കാലത്തും പൊടി പോകില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രോഡക്റ്റ് ഞാൻ റീൽസിലും ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആമസോണിൽ ഈ സെയിം ബ്രാൻഡ് വെച്ച് സെർച്ച് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഇതാണ് നമ്മളെ ബ്രാൻഡ് ജൊപ്പാസു. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും എടുത്താൽ, ഇത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ പരിപാടി കൊള്ളാം. നിങ്ങളും പൊടി വണ്ടിയിലെ പൊടി ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യാൻ 2 ദിവസം 3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം പൊടിയാവണ ഏരിയയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വളരെ അധികം ഉപയോഗത്തിൽ വരും എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. നമ്മളെന്ന് വെച്ചാൽ ആമസോണിൽ 750 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. ഇനി ക്ലീൻ ചെയ്യാൻ ആകെ ബാക്കിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ റൂഫ് നോക്കി കാണാം, ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത്രയും പോർഷനാണ്, ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. എന്താ അത്രയും കൂടെ ക്ലീൻ ചെയ്യുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞു.